വളരെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ദിവ്യയും ക്രിസും വിവാഹിതരായത്. കടുത്ത ഡിപ്രഷനിലൂടെ പോകുന്ന സമയത്താണ് ക്രിസ് വേണുഗോപാൽ ദിവ്യയ്ക്ക് ആശ്വാസമായി എത്തുന്നത്. പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിവാഹം തന്നെയായിരുന്നു അത്. വിവാഹ ചടങ്ങിനെ പറ്റിയുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വളരെ വലിയ രൂപത്തിൽ തന്നെ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. ദിവ്യയെ പറ്റിയും ക്രിസിനെ പറ്റിയും ഒരുപാട് വാർത്തകൾ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാൻ തുടങ്ങി. ദിവ്യ ശ്രീകുമാരെയും ക്രിസ് വേണുഗോപാലെയും വിമർശിച്ചും ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നു. മുടി നരച്ചതിന്റെ പേരിലും പ്രായമായി എന്നതിന്റെ പേരിലെല്ലാം തന്നെ ഒരുപാട് കളിയാക്കലുകൾ ക്രിസ് വേണുഗോപാൽ നേരിട്ടു. അതേപോലെ തന്നെ പണത്തിന് വേണ്ടി കിട്ടിയെന്ന് പറഞ്ഞും ദിവ്യയും ഒരുപാട് പേർ വിമർശിക്കുന്നവരുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ഇരുവരും വളരെ നല്ലൊരു ദാമ്പത്യ ജീവിതമായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് അഭ്യൂഹങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവം തന്നെയാണ്. ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരനും തമ്മിൽ വിവാഹിതമോചിതരാകാൻ പോകുന്നു എന്ന തരത്തിൽ ഒരുപാട് വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുമിഞ്ഞുകൂടി നിറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ യാഥാർത്ഥ്യമായ വാർത്തയല്ല എന്ന് തന്നെയാണ് ദിവ്യ ക്രിസും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഇതിനെല്ലാം തന്നെ ആരോ പടച്ചുവിടുന്ന വാർത്തകളാണെന്ന് മാത്രം ഉള്ളൂ. എന്നാൽ ഇതിനൊന്നും തന്നെ സത്യമായ കാര്യമായ ഒരു കാര്യം തന്നെ അതിലില്ല എന്നും ഇതൊന്നും തന്നെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞും ദിവ്യയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വന്തം മകനെ പോലെ തന്നെയാണ്, സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ക്രിസ് വേണുഗോപാൽ ദിവ്യയുടെ മക്കളെയും കാണുന്നത്. വളരെ നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെയാണ് ഇരുവരും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. സന്തോഷകരമായ ഈ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവുകൾ ആളുകൾ പറയുമെന്നും എന്നാൽ അതൊന്നും തന്നെ മൈൻഡാക്കാൻ പോകരുത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞും ഒരുപാട് പ്രേക്ഷകരും ഒരുപാട് ആളുകളും രംഗത്ത് വരുന്നുണ്ട്. ക്രിസ് വേണുഗോപാലെയും ദിവ്യയും സ്നേഹിക്കുന്ന ഒട്ടേറെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ വിവാഹ ബന്ധം പരാജിതമായ ശേഷമാണ് ഇരുവരും കണ്ടുമുട്ടുന്നത്. തൻ്റെ ജീവിതത്തിൽ ഒരു പങ്കാളി വേണുള്ളത് നല്ലതായിരിക്കും എന്ന് ദിവ്യ ശ്രീധർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു മികച്ച ആളെ കണ്ടപ്പോൾ ദിവ്യ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇപ്പോൾ സന്തോഷകരമായി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ വഴി വരുന്ന ഒരുപാട് വാർത്തകളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. ഇരുവരും തമ്മിൽ ചെറിയ രൂപത്തിലുള്ള വഴക്കുകളും പിണക്കുകളും എല്ലാം തന്നെ ഉണ്ട് എന്നും വിവാഹമോചിതരാകാൻ പോകുന്നു എന്നതുവരെ കമൻറ്റുകളുമായി ആളുകൾ എത്തി. എന്നാൽ ഇരുവരും വിവാഹമോചിതരാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ മാത്രമാണ് ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു സംഭവമില്ല. പ്രേക്ഷകരെല്ലാവരും തന്നെ ദിവ്യയും ക്രിസിനെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പടച്ചു വിടുന്നത് എന്ന് തന്നെയാണ്. സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി മാത്രം വിശ്വസിക്കുക. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഗോസിപ്പുകൾ വരും, അത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ അതിൽ നിന്നും സത്യം മനസ്സിലാക്കി വിശ്വസിക്കാൻ ശ്രമിക്കുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.